ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. വെൽവെറ്റ് കോളർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഹാഫ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൻ്റെ അടിച്ച ഭാഗത്തായിട്ട് ലേസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോളറിൻ്റെ ഭാഗത്ത് വർക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന രൂപത്തിലാണ് ഹുക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫാബ്രിക് ടോപ്പിന് വേണ്ടിയിട്ട് വെൽവെറ്റ് ഒരു 3/4 മീറ്ററാണ് കേട്ടോ വെൽവെറ്റ് എടുക്കുന്നത്. പിന്നെ സ്കേർട്ട് ബ്രൊക്കേഡാണ് വരുന്നത്, ബനാറസി ബ്രൊക്കേഡ്. അത് ഞാൻ 2.5 മീറ്ററാണ് എടുക്കുന്നത്. 6 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ്. 2.5 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. നമുക്ക് ടോപ്പിലേക്കും സ്കേർട്ടിലും വേണം, രണ്ടിനും കൂടെ ആയിട്ടാണ് 2.5 മീറ്റർ എടുത്തിട്ടുള്ളത്. ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ വെൽവെറ്റിൻ്റെ ഫാബ്രിക് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വെൽവെറ്റ് അവിടെ ഒട്ടി നിന്നോളൂ. അപ്പോൾ നമുക്ക് നീങ്ങി പോവാതെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ ഈസിയാണ്. എനിക്കിവിടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് കേട്ടോ മെഷർമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു 16 ഇഞ്ചിന് ഒരു ഭാഗം ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ വിടുത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. എനിക്കിവിടെ 11.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പം അതിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ടാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് ആം ഹോൾ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെസ്റ്റ് റൗണ്ടായിട്ട് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ അതിന് ഞാൻ ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 7 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അവിടെ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ എപ്പോഴും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ടും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാഫ് സ്ലീവ്സ് ആയിട്ട് മതി, ഫുൾ സ്ലീവ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ്സ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 9.5 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ചായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ലൈനായിട്ട് വരക്കാം കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഉള്ളിലേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ആം ഹോളിൻ്റെ കർവ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് 5 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ വിടുത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 മീറ്ററാണ് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിനുള്ള പീസാണ് ഇനി ഉള്ളത്. സ്ലീവ്സ് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഫ്രണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ നമുക്ക് 5 ഇഞ്ചാണ് കേട്ടോ വിടുത്ത് വരുന്നത്. നെക്കിൻ്റെ ഡീപ്പായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചിനെ നമ്മൾ ബോക്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ കോളർ നെക്കായിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി വൈഡാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെരിവായിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാതെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് തയ്യൽ തുമ്പിന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഡീപ്പ് വല്ലാതെ ഇറക്കുന്നില്ല. 1 ഇഞ്ചാണ് ഞാനിവിടെ നെക്കിൻ്റെ ഡീപ്പായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ ചെറിയൊരു കർവായിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിലെ നെക്കും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് 4 ഇഞ്ച് വിടുത്താണ് എനിക്ക് കിട്ടുന്നത്.
അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുന്ന രൂപത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ഇഞ്ചായിരിക്കും രണ്ട് സൈഡിലും. താഴേക്ക് ഒരു കോളർ വരുന്നുണ്ടല്ലോ, ഒരു ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു കോളർ. അപ്പോൾ അതും കൂടെയാണ് ഞാൻ നോക്കുന്നത്. 2 ഇഞ്ചായിരിക്കും സൈഡിലേക്ക് പോവുക കേട്ടോ. പിന്നെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ആവശ്യമുണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഞാനൊരു 5 ഇഞ്ചാണ് കേട്ടോ. നമുക്കൊരു ഓപ്പൺ വരുന്നുണ്ടല്ലോ ആ ഒരു കോളറിൻ്റെ സൈഡിൽ. അപ്പോൾ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് മുഴുവനായിട്ടും ഓപ്പൺ വരുന്ന രൂപത്തിലാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കഴുത്ത് കൊള്ളാത്ത പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം 5 ഇഞ്ച് മാർക്ക് ചെയ്തത് കൊടുത്തില്ലേ, അത് നമ്മൾ അധികം ഇറക്കുകയാണെങ്കിൽ നെക്ക് നല്ല ഇറങ്ങി പോകും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളിലൊരു പീസ് എക്സ്ട്രാ കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ അതില്ലാതെ ഫ്രണ്ടിലൊരു ഓപ്പണാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉൾഭാഗത്ത് ഈ ഒരു താഴെ ഭാഗത്തേക്ക് ഒരു കോളറിൻ്റെ പീസ് ഇങ്ങനെ മറിച്ച് വരുന്നുണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു മെയിൻ പീസിനെ 2ആയിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗം നെക്കിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാൻവാസ് പേപ്പറിലാണ് കേട്ടോ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെ നമുക്കൊരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. താഴെ ഭാഗത്തേക്ക് വരെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും നമ്മൾ ഫ്രണ്ടിൽ 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണിൽ ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളറൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്യാൻവാസ് പേപ്പറും കൂടെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെൽവെറ്റിലും ഈ ഒരു സെയിം പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെച്ച് കൊടുത്തിട്ട് സെയിം ഒരു പാറ്റേണിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പും കൂടെ ഞാൻ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു 5 ഇഞ്ചാണ് ഓപ്പൺ കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലും ഒരു 5 ഇഞ്ചിലാണ് നമ്മൾ ആ കോളറിൻ്റെ ഭാഗം നമ്മൾ 2 ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതറിയാനായിട്ടൊന്നും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം, ആ ഒരു എഡ്ജ് ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ ചീത്ത വശത്തേക്ക് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ചീത്ത വശത്തേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം മടക്കി തയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ എഡ്ജും ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതിന് നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശവും ഒരുമിച്ച് വരണം കേട്ടോ. അതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ആക്കുക. അതേപോലെ താഴെ ഭാഗത്തും മെഷർമെൻറ്റ്സ് കറക്റ്റാണ് നോക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിൽ ഭാഗം എത്രയാണ് വരുന്നത് നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസിനെയും കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു എഡ്ജിലൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ 2ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം താഴേ വരെ ഞാൻ ഒറ്റ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പട്ട പോലെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ഇട്ടല്ലോ അതിൻ്റെ കോർണർ ഭാഗത്ത് എഡ്ജിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മുകളിലത്തെ ക്യാൻവാസ് പേപ്പറും ആ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് അതിൻ്റെ എഡ്ജ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാക്സിമം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ
സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതാ നമ്മുടെ നെക്കിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒരു ഭാഗം ഞാൻ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരിക. ഇനി നമുക്ക് ഇതിനെ മിഡിലൂടെ കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ ഞാൻ ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉള്ളിലും നമ്മൾ നല്ല ഫാബ്രിക് ഉണ്ടല്ലോ വെൽവെറ്റ്, അതാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ കോളർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ നല്ല ഫാബ്രിക് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ ഒരു ഭാഗം കുറച്ച് തിക്നെസ് കൂടുതലാണ്, ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഉള്ളിലേക്കൊന്ന് തള്ളി കൊടുത്താൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കോളറിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുന്ന കോളറാണ് കേട്ടോ ഇത്. അപ്പം ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ഞാൻ പട്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഹുക്ക് വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, കോളർ ഓപ്പൺ ചെയ്യാനായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴേക്കാണ് കേട്ടോ ഈ ഒരു പട്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹുക്ക് വെക്കുമ്പോൾ കുറച്ച് ഈസിയാവും. അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കോളറിൻ്റെ ഭാഗം നമ്മൾ എത്രയാണോ വിടുത്തെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലും നല്ല പീസാണ് വെക്കേണ്ടത്, ഉൾവശമാണല്ലോ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗമൊക്കെ നമുക്ക് ഒന്നും കൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ചെയ്തെടുക്കണം, കാരണം ആ ഒരു ഭാഗം പതിഞ്ഞൊന്ന് നിൽക്കുമ്പോഴാണ് ഒന്നും കൂടെ ഉഷാറാവുക കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും നെക്കിൻ്റെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ക്യാൻവാസ് പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം, അതിനെ നമുക്ക് ഇതുപോലെ ലൈനിങ് പീസിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ലൈനിങ് പീസുമായിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം വെൽവെറ്റിലേക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇത് സ്റ്റിച്ച് വരാത്ത രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗം സ്റ്റിച്ച് കാണും കേട്ടോ. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് പീസ് മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഞാനിവിടെ 2 സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്, തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ ലൈനിങ് പീസിനെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ഷോൾഡർ ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോളറും കൂടെ ജോയിൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് നമുക്കൊരു കോളറും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടാപ്പ് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചുറ്റിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ 3 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തല്ലോ, അതുവരെയാണ് ആ ഒരു കോളറിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. എനിക്കിവിടെ ടോട്ടൽ 10.5 ഇഞ്ചാണ് കേട്ടോ കോളറിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസ് പേപ്പറിനെ ഞാനിതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10.5 ഇഞ്ചാണ് വേണ്ടത്. അവിടുന്ന് താഴേക്ക് 2.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്കിതുപോലെ ഒരു ലൈനായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹാഫ് ഒന്ന് ഇതുപോലെ ചെറിയൊരു കർവ് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു എഡ്ജ് ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു കോർണറും കൂടെ ഷേപ്പിൽ 1/4 ഇഞ്ച് പുറത്തേക്ക് ഒരു ഷേപ്പ് കോളറിൻ്റെ ഷേപ്പ് വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2.5 ഇഞ്ചും ആ ഒരു ഭാഗത്ത് 2 ഇഞ്ചുമാണ് എഡ്ജിൽ കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കോളറിൻ്റെ ഷേപ്പിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് കോളറിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ 12 ഇഞ്ചാണുള്ളത്. തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു 10.5 ഇഞ്ചായിട്ട് ചുരുങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെൽവെറ്റിനെ 2ആയിട്ട് മടക്കിയിട്ട് ആ ഒരു കോളർ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റ്സിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെൽവെറ്റിൻ്റെ നല്ല വശം ഉൾഭാഗത്തേക്കായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് കോളറിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കോളറിനെ നമുക്ക് നെക്കിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചീത്തവശത്താണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കോളറിനെ മുഴുവനായിട്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കോളറിൻ്റെ ഒരു ഭാഗമാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ട് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോളറൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഈസി ആയിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ കൂടുതൽ മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നോർമലി ഒരു കോളറിന് എങ്ങനെയാണ് ആ ഒരു കോളറിൻ്റെ ലുക്ക് കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ നമുക്ക് ഉൾവശത്തേക്ക്, ഇതിപ്പോൾ നല്ല വശമാണ് വരുന്നത്, ഈ ഒരു ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പോ അതിൻ്റെ സ്റ്റിച്ചോ ഒന്നും കാണാത്ത രൂപത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു കോളർ ഭാഗം ഞാനിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു കോളർ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരിക. ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നു നോക്കട്ടോ. 9.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്ത് ഞാൻ ലേസാണ് കേട്ടോ, അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ലേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇവിടെ 2 സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഉൾവശത്ത് മറിച്ചിട്ടിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ട് മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് സൈഡും ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു മെഷർമെൻറ്റ്സ്, ഇതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡൊക്കെ ജോയിൻ ചെയ്തെടുക്കാറുള്ളത്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ തയ്യൽ തുമ്പിന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ടിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തിട്ട് ഓവർലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗം വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹുക്കും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹുക്കായിട്ട് ഹുക്കിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 4
ഹുക്ക് വെക്കാനുള്ള ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ വർക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് അത് പിന്നെ ഗ്ലൂ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ തുന്നിയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഫിക്സായിട്ട് നിൽക്കാനായിട്ട് ഇടയ്ക്ക് തുന്നും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെറ്റിൽ മെറൂൺ കളറിൽ തന്നെ വരുന്ന വർക്ക് മെറ്റീരിയൽ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈന്. അപ്പോൾ ഇതാ ഗ്ലൂ വെച്ചിട്ടൊക്കെ ഒന്ന് ഞാൻ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ടോപ്പിൻ്റെ കേട്ടോ. ഇനി ഇതിലേക്ക് പാനൽ കട്ട് ബ്രൊക്കേഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാനതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ 4 ഹുക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാനും ഊരാനും കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. ഇല്ലെങ്കിൽ തല കൊള്ളാത്ത നമ്മൾ കാണുന്നില്ലല്ലോ കസ്റ്റമറെ. അപ്പോൾ തല കൊള്ളോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനും നമുക്കുണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.